അങ്ങനെ ദുനിയാവിനെ കണ്ട ആൾക്കാരുണ്ട്. ആ ദുനിയാവിലൂടെ ജീവിച്ചപ്പോ സുഖലോലുപതക്ക് സ്ഥാനം കൊടുക്കാതെ അള്ളാഹുവിന്റെ ഖബർ, സ്വർഗം, പരലോകം ഇതൊക്കെ കണ്ട ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കുക. 3 ശീലയിൽ നമ്മളെ ഒറ്റ തടി ഇങ്ങനെ പൊതിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ജനാസയുടെ കട്ടിലിൽ നമ്മളെ ചുമന്നിങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് വെച്ച് കടപ്പാടുകളെ പറ്റിയൊക്കെ ഇമാമോ ബന്ധപ്പെട്ടവരോ ബന്ധപ്പെട്ട ജനങ്ങളെ ഉണർത്തി നമ്മളെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് സ്ട്രക്ചറിൽ നമ്മൾ എടുത്തിട്ട് 6 അടി മണ്ണിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ ഈ കവിളുണ്ടല്ലോ, എന്റെ കുഞ്ഞു പെങ്ങളെ, അടിയന്തരത്തിന് പോയപ്പോ പോലും നമ്മൾ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ നമ്മുടെ വലത് കവിള്, ആ കവിളത്ത് നിന്ന് ശീല മാറ്റുകയാണ്. അവിടെ ശീല വേണ്ട, ആ ശീല മാറ്റിയിട്ടാണ്, ഈ കവിളിൽ നിന്ന് ശീല മാറ്റിയിട്ടാണ് നമ്മുടെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ദുനിയാവിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഖബറിന്റെ അരികിലൂടെ അള്ളാന്റെ റസൂൽ നടന്നുപോയി. 2 ഖബറുകൾക്കരികിലൂടെ. ഇന്നഹുമാ യുഅദ്ദബാൻ. സ്വഹാബികളെ, പുല്ലുമൂടിക്കിടക്കുന്ന ഈ 2 ഖബറുകൾക്കിടയിലാണ് മുഹമ്മദ് നിൽക്കുന്നത്. ഗൗരവമേ ഗൗരവം. എത്ര വലിയ സീരിയസ്നെസ്സോടുകൂടെയാണ് നബി തങ്ങൾ അത് പറഞ്ഞത്. ഈ വലത് ഭാഗത്തും ഒരു ഖബറുണ്ട്, എന്റെ ഇടത് ഭാഗത്തും ഒരു ഖബറുണ്ട്. ഉക്കാസ് ഊന്നുപടി കുത്തിയിട്ടാണ് നബി തങ്ങൾ ആ മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള മുഅ്ജിസത്ത് കൊടുത്ത പരിശുദ്ധ റസൂൽ ആ 2 ഖബറുകൾക്കുള്ളിലും നടന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ ശബ്ദം കേട്ടുപോയി. നബി തങ്ങൾ അവിടെ നിന്നു. ഇനി യാത്രയില്ല. മുഹമ്മദ് യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. എന്തേ നബിയെ പ്രശ്നം? ഈ 2 ഖബറുകളിലും ഇപ്പൊ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്നഹുമാ യുഅദ്ദബാൻ. സ്വഹാബികളെ, ഈ 2 ഖബറിലും ഇപ്പൊ ലൈവായിട്ട് അദാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബികൾ ആ ഖബർ ഇങ്ങനെ പരിശോധന നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മയ്യത്തുകൾ കിടക്കുന്ന ഖബറാൻ. അത് പുൽക്കാട് മൂടിക്കിടക്കുകയാണ്, അത് ജീർണിച്ചു കിടക്കുകയാണ്, അത് പുരാതന ഖബറാണ് എന്ന് അവിടുത്തെ പരിസരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഊന്നുപടി കൊണ്ട് പുല്ലുകൾ നീക്കി. അപ്പൊ ഒരു ഖബറിന്റെ രൂപം അവിടെ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ ഖബറിൽ ഇപ്പൊ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു പോയി, ഫീമ യാ റസൂലല്ലാഹ്, ഏത് വിഷയത്തിലാണ് നബിയെ? എന്താണ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? അതൊന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് ഞങ്ങളെ തിരുത്താനാണ്.